നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിന് വളരെ പ്രയോജനകരമായ വളരെ ഈസി ആയിട്ടും ചെയ്യാവുന്ന ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ കുക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്യാവുന്ന, വളരെ ഇൻഗ്രീഡിയന്റ് കുറവാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് പാചകമൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷനും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈ. ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ബ്രോയിലർ ചിക്കനാണ്. അത് നമുക്കൊരു 3 പേർക്ക് ഒരു മെയിൻ ഫുഡായിട്ട് എടുക്കാനും പറ്റും. എൻ്റെ അടുത്ത് വിവിധ അവസരങ്ങൾക്ക് ഡയറ്റ് ചോദിച്ചു വരുന്നവരോട് ഞാൻ പറയാറുള്ള കാര്യം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാർബോഹൈഡ്രേറ്റിന് പകരം നമ്മൾ എന്ത് കഴിക്കുന്നു? അതിനുള്ള നല്ലൊരു ഉത്തരവാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈ. കഴുകി നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ ചിക്കനിലേക്ക് നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇവിടെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടി തന്നെയാണ്. നമ്മൾ കഴുകി ഉണക്കി മല്ലി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുത്താണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അഴുക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ നല്ലൊരു വാസനയുണ്ട്, നല്ല കളറുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ മല്ലിപ്പൊടിയുടെ ഒരു മെച്ചം. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇവിടെ നമ്മൾ ചേർക്കുന്ന മല്ലിപ്പൊടി ആണേലും മഞ്ഞൾപ്പൊടി ആണേലും ഞങ്ങൾ മല്ലി ഉണക്ക മഞ്ഞളൊക്കെ മേടിച്ച് ഇവിടെ തന്നെ പൊടിപ്പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാൻ പറ്റും. അങ്ങനെ ചേർക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആരോഗ്യദായകമായി വരുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായി പിടിച്ചു കിട്ടുന്നതിനായിട്ട് നമ്മളൊരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ നോൺ സ്റ്റിക് പാത്രത്തിലാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക് പാത്രമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മസാല മുഴുവൻ മറ്റു പാത്രത്തിലേക്ക് പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. നമ്മൾ കുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട്, നമ്മൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം മതിയാവും. കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വല്പം വെള്ളം കൂടി ചേർക്കാം. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ട് ഒരു 20-25 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിള വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞ് നമ്മൾ സിമ്മിലിട്ട് പാത്രം നന്നായിട്ട് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റോളം നമ്മൾ വേവിക്കുന്നുണ്ട്. ചിക്കൻ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അതിനകത്ത് 9 എസൻഷ്യൽ അമിനോ ആസിഡാണ് നമുക്ക് പ്രോട്ടീനിൽ ഉണ്ടാവുക. ആ 9 എസൻഷ്യൽ അമിനോ ആസിഡ് ഉള്ള ഏക ഫുഡെന്ന് നമുക്ക് പറയാം ചിക്കൻ. കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ, വയസ്സായവർ, രോഗാവസ്ഥയിലുള്ളവർ എല്ലാവർക്കും ചിക്കൻ നന്നായി തന്നെ കഴിക്കാം. കാരണം ഞാൻ എന്നും പറയാറുണ്ട്, നമുക്കൊരു പ്രോട്ടീൻ്റെ ഗ്യാപ്പ് നമ്മുടെ ഡയറ്റിൽ വളരെയധികം പ്രോട്ടീൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, കുറവുണ്ട്. അതൊന്നും നമുക്ക് കറക്റ്റ് ആക്കാൻ വില കുറഞ്ഞ ഒരു പ്രോട്ടീൻ സ്രോതസ് തന്നെയാണ് നമ്മുടെ ചിക്കൻ. ചിക്കനിലെ ഫാറ്റ്, സോഡിയം ഒക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോഴുള്ള കലോറി, നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന കലോറിയും വളരെ കുറവാണ്. നല്ല പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ ഗ്രോത്തിനും നമ്മുടെ ബ്രെയിനിന്റെ ശരിയായ പ്രവർത്തനത്തിനും ഒക്കെ ചിക്കൻ വളരെയധികം പ്രയോജനം ചെയ്യും. ചിക്കനെ കുറിച്ച് സ്ഥിരമായി കേൾക്കുന്ന ഒരു അപവാദമാണ് ചിക്കൻ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്താണ് വളർത്തുന്നത്. പക്ഷെ അതൊട്ടും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സിറിഞ്ച് ഹോർമോൺ ഇഞ്ചക്ഷന് 10,000-ന് മേലെ വില വരും. ഹോർമോൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി അഫെയറാണ്. അതേസമയം നമുക്ക് 150 രൂപയുടെ ചിക്കൻ ഒരിക്കലും ഹോർമോൺ കൊടുത്ത് വളർത്താനുള്ള ചാൻസ് ഒട്ടുമില്ല. നമ്മൾ ഇന്ന് കാണുന്ന ബ്രോയിലർ ചിക്കൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ജനറ്റിക്സിലെ ആനിമൽ ഹൈബ്രിഡൈസേഷന് വരുന്ന ഒരു സെലക്ഷനിൽ കൂടിയാണ്. കാരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് അഭികാമ്യമായ ക്വാളിറ്റി ഉള്ള ഒരു കുഞ്ഞുങ്ങളെ, അതായത് ഇവിടെയാണെങ്കിൽ നന്നായിട്ട് വളരുന്നു, അല്ലെങ്കിൽ നല്ല ഇറച്ചിയുടെ ക്വാളിറ്റി ഉള്ള ഇറച്ചി വളർന്ന് തരുന്ന ഒരു പ്രോജനി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്ന, കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ്. അല്ലാതെ ഇതിനകത്തൊരു ഹോർമോൺ ഒന്നും ചേർത്തിട്ട് വളർത്തുന്നതല്ല. നമ്മളിവിടെ മല്ലി കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിപ്പറേഷന് കുറച്ച് ഔഷധ ഗുണവും കൂടി പ്രദാനം ചെയ്യുന്നതിനാണ്. മല്ലി ഭയങ്കര ഔഷധമായിട്ട് നമ്മുടെ ദേഹത്ത് വർക്ക് ചെയ്യും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക്, ശരീരത്തിന് നല്ലൊരു തണുപ്പ് തരുന്ന ഒരു മസാലയാണ് മല്ലി. മല്ലി നമ്മുടെ ഡയബറ്റിക്സിനെ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനെ, കൂടിയ പ്രഷറിനെ, കൊളസ്ട്രോളിനെ ഒക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്.
നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് വരട്ടിയെടുക്കാം. വരട്ടിയെടുക്കുമ്പോഴാണ് നമുക്കത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് വരണ്ട് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഈ മസാലയൊക്കെ ഈ കഷ്ണത്തിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ 2 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എന്നാലും രുചിക്കൊന്നും കുറവില്ല. തക്കാളി ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് കിട്ടുമെന്നേ ഉള്ളൂ. തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കണേ. അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് തക്കാളി മൊരിച്ചെടുക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും ഒക്കെ നമ്മൾ തക്കാളി നമ്മുടെ ആഹാരത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തണം. ഇതിനകത്തുള്ള ബീറ്റാ കരോട്ടിനൈഡ് ആയിട്ടുള്ള ലൈക്കോപ്പിനും ലൂട്ടിനൊക്കെ വളരെയധികം ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന അംശങ്ങളായിട്ടും കണ്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടണം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും ഗുണങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും അതിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അതെങ്ങനെ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചും കാര്യമായ ധാരണയൊന്നുമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ആഹാരത്തിലും നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങൾ അതെങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ള അങ്ങനെ ഒരു ടീച്ചിങ് പ്രോഗ്രാമും കൂടെ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ കുറച്ചൊരു എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിട്ട തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ഗ്രേവി ആയിട്ട് ഈ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 8 തണ്ട് വേപ്പില ഉതിർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. സമൃദ്ധമായിട്ടാണ് നമ്മൾ വേപ്പില ഇടുന്നത്. കാരണം നമ്മുടെ ഒരു കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. അതിനുവേണ്ടി മാത്രമല്ല, വേപ്പിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ മുടി വളരാനും വേപ്പില കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ചേർത്താൽ തന്നെ നമ്മുടെ മുടിയുടെ താരന്റെ കംപ്ലൈന്റുകളൊക്കെ മാറും. കണ്ണിന്റെ കാഴ്ചക്കൊക്കെ വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. എപ്പോഴും കൂടുതലായിട്ട് വേപ്പില ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇറച്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 5 പച്ചമുളക് കീറിയത് ചരിച്ച് കീറിയത് ഇട്ട് കൊടുക്കുക. കാരണം മുളകിന്റെ ഒരു ടേസ്റ്റ്, പച്ചമുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ പ്രിപ്പറേഷൻ ഇവിടെ പൂർത്തിയാകുവാണ്. നമുക്ക് കുറച്ച് വേണ്ടവർക്ക് പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം. ഇതൊരു 3 പേർക്ക് വൈകുന്നേരങ്ങളിലേക്ക് ഒരു മെയിൻ ഫുഡായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മുടെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള രോഗികൾക്ക് ഉറപ്പായിട്ടും കഴിക്കാവുന്നതാണ്. അവരുടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ നന്നായി കുറഞ്ഞു വരുന്നതാണ്. കാരണം നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ്. നല്ലൊരു മെയിൻ ഫുഡായിട്ട് നമുക്കിത് എടുക്കാം. അതിൻ്റെ കൂടെ ഒരു സാലഡും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഒരു ഹോൾ മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും.